അപ്പോൾ ആട് 3യുടെ ലേറ്റസ്റ്റ് കുറച്ച് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. നിങ്ങൾ കുറച്ച് പേരെ കണ്ടു കാണും. കഴിഞ്ഞ ദിവസം ആട് 3യുടെ ഒരു പൂജാ സെറമണി ഉണ്ടായിരുന്നു. അതിലറിയാൻ കഴിഞ്ഞ കുറച്ച് കാര്യങ്ങളും പിന്നെ എൻ്റെ മനസ്സിൽ നിന്ന് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്ത കുറച്ച് കാര്യങ്ങളും വെച്ച് നമുക്ക് കുറച്ച് തിയറീസ് ഒക്കെ വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ ആട് 3 ആദ്യമേ പറയട്ടെ, ആട് 3 എന്നുള്ളത് പണ്ടവർ അനൗൺസ് ചെയ്ത് 3Dയിൽ റിലീസ് ചെയ്യുന്നുള്ളത്. ഇപ്പോൾ അവർ പറഞ്ഞു 3Dയിലല്ല റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാര്യം പ്രൊഡ്യൂസർ വിജയ് ബാബു പറഞ്ഞത് എല്ലാ തിയേറ്ററിലും ഇത് ഓടിക്കണം, അതായത് ചെറിയ തിയേറ്ററിൽ പോലും ഓടിക്കണം, എല്ലാ കോമൺ പീപ്പിളിന്റെ അടുത്ത് എത്തണം. 3D എന്നൊരു പേരിൽ ആ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ 3Dക്ക് വേണ്ടി ചെയ്ത് ആ ഒരു സിനിമയുടെ എസൻസ് കളയാതിരിക്കാനായിരിക്കണം. പിന്നെ രണ്ടാമത് എല്ലാവരും റൂമർ അടിച്ചുകൊണ്ടിരുന്നത് സോംബി മൂവി ആവുമെന്നാണ്. ഡയറക്ടർ മിഥുൻ മാനുവൽ തോമസ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് സോംബി മൂവി അല്ല, ഇതൊരു എപ്പിക് ഫാന്റസി മൂവി ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പുള്ളി തന്നെ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു രാജാക്കന്മാരും കുതിരയും. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇത് കുറച്ച് ഹിസ്റ്റോറിക്കൽ സിനിമയാവാൻ ഒരു ചാൻസ് ഉണ്ട്. അതായത് ഈ നീലക്കൊടുവേലിയും ഷാജി പാപ്പന്റെ ആൻസസ്റ്റേഴ്സും ഇവരുടെ എല്ലാവരുടെയും കഥയായിരിക്കും കുറച്ച് സമയം കാണിക്കുന്നതെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ നമ്മുടെ മേരി എന്നൊരു ക്യാരക്ടർ ചെയ്തില്ലേ, പുള്ളിക്കാരിയും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇതുവരെ കാണാത്തൊരു വേഷത്തിലായിരിക്കും. അതായത് പുള്ളിക്കാരിയുടെ ആൻസസ്റ്റേഴ്സ് കാണിക്കുമായിരിക്കും. അതായത് നേരത്തെ ഉള്ള സിനിമയിലെ മിക്ക ക്യാരക്ടേഴ്സും വരുന്നുണ്ട്, പുതിയ ക്യാരക്ടേഴ്സും വരുന്നുണ്ട്. അപ്പൊ ഇവരുടെ എല്ലാം ഒരു രാജാക്കന്മാരുടെ സമയത്തുള്ള കഥയും ക്യാരക്ടേഴ്സും ആയിരിക്കും ചിലപ്പോൾ കാണിക്കുന്നത്. അങ്ങനെ ആവാം. പിന്നെ പറഞ്ഞത് ഏറ്റവും ഹൈ ബഡ്ജറ്റ് ഫിലിം ആയിരിക്കും, മലയാളത്തിൽ തന്നെ ഏറ്റവും വലിയ ഹൈ ബഡ്ജറ്റ് ഫിലിംസിൽ ഒന്നായിരിക്കുമെന്നാണ് പ്രൊഡ്യൂസർ പറയുന്നത്. അതുപോലെ ഡയറക്ടർ പറയുന്നുണ്ട് ആടിന്റെ എസൻസ് ഒന്നും കളയാതെ തന്നെ അതുപോലെ നിർത്തിക്കൊണ്ടൊരു എപ്പിക് ഫാന്റസി ആയിരിക്കുമെന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു ഹിസ്റ്റോറിക്കൽ ടൈമിലുള്ള കോമഡി സാധനങ്ങൾ ചിലപ്പോൾ വർക്കൗട്ട് ആവുമായിരിക്കും. ഇതുപോലെ ഈ ഒരു വാനിന് പകരം അന്ന് ചിലപ്പോൾ രഥം, അന്നത്തെ ആട്, അന്ന് വേറെ നീലക്കൊടുവേലി, ചിലപ്പോൾ നീലക്കൊടുവേലി ഒറിജിൻ ആയിരിക്കും ചിലപ്പോൾ കാണിക്കുന്നത്. അതിനെപ്പറ്റി ഒരിടത്തും പറഞ്ഞിട്ടില്ല. 2 ഫിലിം ഉണ്ടെങ്കിലും ഈ നീലക്കൊടുവേലി ഒറിജിൻ, നീലക്കൊടുവേലി എന്തുകൊണ്ടാണ് അത്രയും പ്രഷ്യസ് ആയത് എന്നൊന്നും ഒരിടത്തും പറഞ്ഞിട്ടില്ല. ചിലപ്പം ഇതിലായിരിക്കാം, അതിന്റെ ഒറിജിൻ ആയിരിക്കും കാണിക്കുന്നത്. എന്റെ സംശയം വിനായകൻ എങ്ങനെ വരുമെന്നാണ് കേട്ടോ. വിനായകൻ ചിലപ്പോൾ അന്നത്തെ രാജാവിന്റെ കോമഡി ശത്രു ഒക്കെ ആയിരിക്കാം. ഷാജി പാപ്പ രാജാവാൻ ചാൻസ് ഒന്നുമില്ല, ചിലപ്പോൾ വിജയ് ബാബു ആയിരിക്കും അല്ലേ രാജാവ്. അതുപോലെ തന്നെ ഒരുപാട് കുതിരകളെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ഹിസ്റ്റോറിക്കൽ വാറ് കാണും, കുറെ കുതിരകളും ഒരു അവഞ്ചേഴ്സ് ഫൈറ്റ് പോലത്തെ ഒരു ഫൈറ്റ് ഒക്കെ കാണും. എന്തായാലും കാത്തിരിക്കാം. നമ്മളെ മലയാളത്തിൽ തന്നെ ഒരു 3rd ഇൻസ്റ്റാൾമെന്റ്, ഒരു മൂവി ഫ്രാഞ്ചൈസിന്റെ 3rd ഇൻസ്റ്റാൾമെന്റിന് വേണ്ടി ഇത്രയും ആരും കാത്തിരുന്ന് കാണൂല. ആലോചിച്ച് നോക്കിയേ, ഫസ്റ്റ് ഫിലിം ഇറക്കി അത് ബോക്സ് ഓഫീസ് പാളി, രണ്ടാമത്തെ ഫിലിം ഇറക്കി അത് ഹിറ്റ് അടിച്ച്. ഒരു ഫിലിമും ഇതുപോലെ ഹിറ്റ് അടിച്ചിട്ടില്ല. ഫസ്റ്റിനെ കടത്തി വെട്ടിക്കൊണ്ട് മലയാളത്തിൽ ഒരു ഫിലിമും ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ 3rd എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. നമ്മുടെ ഈ ടീമും ഡയറക്ടറും ജയസൂര്യയും പൊളിക്കും. പിന്നെ ബഡ്ജറ്റ് മലയാളത്തിലെ 1 ഓഫ് ദ ഹയസ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ മലയാളത്തിലെ ഏറ്റവും വലിയത് ലൂസിഫർ ആണ്. അതിന് ഏകദേശം 150-170 കോടിയൊക്കെ പറയുന്നുണ്ട്, കൺഫേംഡ് അല്ല. അപ്പോൾ ഒരു 100 കോടി റേഞ്ചിൽ വരുമോ? ഇത്രയൊക്കെ വരുമോ? സംശയമാണ്. കാര്യം ഇതിന്റെ സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് തന്നെ 38 crores ആണ് കളക്ട് ചെയ്തത്. അപ്പൊ എന്തായാലും അതിൽ കൂടുതലൊന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ എന്തായാലും എക്സൈറ്റഡ് ആയത് പഴയ ഒരു ടീമും അവരുടെ മ്യൂസിക്കും അറയ്ക്കൽ അബു, ഷാജി പാപ്പ എല്ലാവരെയും കാണാൻ ഞാൻ എന്തായാലും എക്സൈറ്റഡ് ആണ്. നിങ്ങൾക്ക് എന്തൊക്കെ തോന്നി എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സ് കിട്ടുന്നതോറും ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും. അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അതുവരേക്കും ദിസ് ഈസ് അനൂപ്. താങ്ക് യു.